ഒരു 1.5-2 മാസങ്ങൾക്ക് മുമ്പ് SNDP യോഗം വൈക്കം യൂണിയൻ ഒരു തീരുമാനമെടുത്തു. വൈക്കത്തെ ദളവാക്കുളം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു രക്തസാക്ഷി സ്മാരക മണ്ഡപം പണിയണം. കാരണം വൈക്കം ദളവാക്കുളം എന്ന് പറയുന്നത് ഏതാണ്ട് 200-ലധികം ഈഴവരായ യുവാക്കളെ, ജാതിപരമായ പരാമർശമല്ല, ചരിത്രം പറയുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്, ഒരു ജാതി പരാമർശമായി നിങ്ങൾ കരുതരുത്. എൻ്റെ ഉദ്ദേശശുദ്ധിയെ കരുതി മാപ്പ് നൽകണം. ഏതാണ്ട് 200-ലധികം ഈഴവ യുവാക്കളെ വെട്ടി അരിഞ്ഞു കൊന്നു കുഴിച്ചു മൂടിയ, യുവാക്കളുടെ രക്തം വീണ് ചുമന്നു മറിഞ്ഞ, ശവശരീരങ്ങൾ കൊണ്ട് നികത്തപ്പെട്ട ഒരു കുളം. ആ കുളം നികത്തി അവിടെ ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നു, വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. എന്നിട്ട് അതിന് ഭരണാധികാരികൾ ഒരു പേര് നൽകുന്നു, ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. നമ്മൾ ലോക്കൽ ഭാഷയെ പറഞ്ഞാൽ കൊന്നവൻ്റെ പേരിലുള്ള ലോകത്തെ ആദ്യത്തെ സ്മാരകം, മരിച്ചവരുടെ പേരിലല്ല, കൊലപാതകിയുടെ പേരിലുള്ള സ്മാരകം ദളവാക്കുളം ബസ് സ്റ്റാൻഡ്. കാരണം മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരർത്ഥത്തിൽ, ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെ ആയിട്ടുള്ള വേലുത്തമ്പി ദളവയുടെ കരുതുകൂട്ടിയുള്ള പ്ലാനിങ്ങിൽ, നരാധമത്തിൽ നടന്ന വലിയൊരു കൂട്ടക്കൊലയുടെ വംശഹത്യയുടെ ചരിത്രം അത്